പോകുന്നത്. വി എസ് രഞ്ജിത്ത് അവിടെയുണ്ട്. വി എസ് രഞ്ജിത്ത്, പുനരധിവാസ പാക്കേജിൽ പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്യാമ്പിൽ കഴിയുന്ന മനുഷ്യർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് സഹായഹസ്തവുമായി നിരവധി ആളുകൾ വരുന്നുണ്ട്. അപ്പോഴും ഈ മനുഷ്യരുടെ ദുരിതം അവർ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നമ്മളെയും കണ്ണീരിൽ ആഴ്ത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ക്യാമ്പിൽ കഴിയുന്നവരിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ തെരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ടോ? ക്യാമ്പിൽ എത്തുമ്പോൾ അവിടെയുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ കൂടുതലായി പറയുന്നത് എന്താണ് രഞ്ജിത്ത്? സുജയ, ഇപ്പോൾ സർക്കാർ തലത്തിൽ പുനരധിവാസത്തിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സർക്കാർ 2000 കോടിയുടെ പാക്കേജ് മുന്നോട്ട് വെക്കുന്നു. വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനും റോഡുകൾ നിർമ്മിക്കാനും ടൗൺഷിപ്പിനെ കുറിച്ചുമുള്ള ചർച്ചകൾ നടക്കുന്നു. അതിൽ എടുത്തു പറയേണ്ടത് അവിടെ ഉപജീവനം നഷ്ടപ്പെട്ട ചെറുപ്പക്കാരെ കുറിച്ച് തന്നെയാണ്. കാരണം അവിടെ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള തൊഴിലുകൾ ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. അവർക്കിനി ക്യാമ്പുകളിലേക്കാണെങ്കിലും വാടക വീട്ടിലേക്കാണെങ്കിലും സ്വന്തമായ വീട്ടിലേക്കാണെങ്കിലും മാറുമ്പോൾ അവർക്കൊരു വരുമാനത്തിൻ്റെ സാധ്യത കൂടി തുറന്നു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരുന്ന ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതിന് തൊട്ടു മുമ്പ് അവരെ നടത്തിക്കൊണ്ടിരുന്ന ഉപജീവനത്തിൻ്റെ മാർഗം അവർക്ക് വീണ്ടെടുത്ത് കൊടുക്കേണ്ടതുണ്ട്. അതുകൂടി ഈ പുനരധിവാസത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. എനിക്കൊപ്പം ഉള്ളത് ഈ ക്യാമ്പിൽ താമസിക്കുന്ന കുറേ ചെറുപ്പക്കാരാണ്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ, അവർ ജീവിച്ച സാഹചര്യങ്ങളിൽ അവർ ചെയ്ത തൊഴിൽ, അതൊക്കെ നഷ്ടപ്പെട്ട ആളുകളാണ്. എൻ്റെ പേര്? എൻ്റെ പേര് മുഹമ്മദ് അലി. എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഓട്ടോറിക്ഷ പോയിട്ടുണ്ട്? ഓട്ടോറിക്ഷ നമ്മൾ വീട് നഷ്ടപ്പെട്ടതിൻ്റെ കൂടെ തന്നെ ഓട്ടോറിക്ഷയും പോയി നഷ്ടപ്പെട്ടു. വീട് എവിടെയാണ്? ചൂരമല സ്കൂൾ ഹോട്ടലായിരുന്നു. സ്കൂൾ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അവിടെ വീട് മുഴുവൻ പോയി? വീട് മുഴുവൻ പോയി. ഫസ്റ്റ് ഉരുൾപൊട്ട് വന്നപ്പോൾ നമ്മളെ വീട്ടിൽ മൊത്തം ചളിയൊക്കെ നിറഞ്ഞിട്ട് നമ്മൾ ഉപ്പാൻ്റെ ഏട്ടൻ്റെ പോരുണ്ടായിരുന്നു അപ്പുറത്ത്. അതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യായിരുന്നു. നമ്മൾ വീട്ടിൽ ഉമ്മ, ഉപ്പ, അമ്മായി, മോള്, വൈഫൊക്കെ ഉണ്ടായിരുന്നു. അവരെ നമ്മൾ മെല്ലെ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. രണ്ടാമത്തെ ഉരുൾപൊട്ട് വന്ന സമയത്ത് പിന്നെ വീട് മൊത്തം പോയി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓട്ടോറിക്ഷയും നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ടും വാടക വീട്ടിലേക്കോ പുനരധിവാസ ക്യാമ്പിൽ നിന്ന് മറ്റു വീടുകളിലൊക്കെ മാറുമ്പോൾ എന്താണ് ഉപജീവനം എന്ന് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്നത് ഓട്ടോറിക്ഷ ആയിരുന്നല്ലോ. അപ്പോൾ അതന്നെ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. നമുക്ക് വേറെ ജോലി അങ്ങനെ ചെയ്തിട്ട് പരിചയമില്ല. അപ്പോൾ ഓട്ടോറിക്ഷ തന്നെ കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമാണ്. തീർച്ചയായിട്ടും. എൻ്റെ പേരെന്താ? എൻ്റെ പേര് ഷബീർ. ഞാനും ഇതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഈ ദുരന്തത്തിൽ പറയാനുള്ള ഒരുപാട് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, കൂട്ടുകാരന്മാരും പിന്നെ കുടുംബക്കാരൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നമുക്കിനി അങ്ങോട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട് മുണ്ടക്കൈ. മുണ്ടക്കൈ വീട് ഏകദേശമൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വണ്ടിയും പോയിട്ടുണ്ട്. എനിക്കൊരു വയസ്സായ കുട്ടിയുണ്ട്, ഒരു വാപ്പയും ഉമ്മയും 2 പെങ്ങന്മാരൊക്കെ ഉള്ളതാണ്, അവൻ്റെ അനിയനും. സ്വാഭാവികമായിട്ടും വാടക വീട്ടിലേക്ക് മാറുമ്പോൾ എന്ത് തൊഴിൽ, എന്ത് വരുമാനം എന്നുള്ളതിനെ കുറിച്ചൊരു ആശങ്ക ഉണ്ടാവും. എനിക്കിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. കാരണം വണ്ടി ഉണ്ടായിരുന്നു, പിന്നെ വേറെ പണിക്ക് പോയിട്ടുള്ള പരിചയമില്ല. അപ്പോൾ അത് തീരാ നഷ്ടമായിപ്പോയി. എന്തായാലും എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഒരു ഹോം സ്റ്റേ ആയിരുന്നു നമ്മളെ വീട്ടിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഫിലിമിൻ്റെ ഇതിന് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നു. അപ്പോൾ നമ്മൾ വേറെ ജോബ് ആകുമ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രീഡം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാം മാറി. അതെ, എല്ലാം വരാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ തലേദിവസമൊക്കെ അങ്ങനെ നല്ല മഴയും വെള്ളമൊക്കെ ആയത് കൊണ്ടാണ് നമ്മൾ ഗസ്റ്റിനൊന്നും എടുത്തില്ല. ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്നുള്ള ഒരു ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണിപ്പോൾ എല്ലാവരും, ഞാനും പപ്പയും ഏട്ടനും കൂടിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളെ ഒരു ജീവിതമാർഗ്ഗമാണ് പോയത്. ഇന്നിപ്പോൾ ക്യാമ്പിൽ നിന്ന് ആരെങ്കിലും തെരച്ചിലിന് പോയിട്ടുണ്ടോ? ക്യാമ്പിൽ നിന്ന് കുറച്ച് പേര് പോയിട്ടുണ്ട്. അപ്പോൾ സുജയ, ഇതാണ് സ്വാഭാവികമായിട്ടും പുനരധിവാസത്തിൽ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവർക്ക് ക്യാമ്പിൽ നിന്ന് ഇനി വാടക വീട്ടിലേക്കായിരിക്കാം, അല്ലെങ്കിൽ സർക്കാർ തയ്യാറായി കൊടുക്കുന്ന വീട്ടിലേക്കായിരിക്കാം, നിർമ്മിച്ചു കൊടുക്കുന്ന വീട്ടിലേക്കായിരിക്കാം. ആ വീടുകളിൽ എത്തുമ്പോൾ അവർക്ക് ഉപജീവനം എന്ന് പറയുന്നത്, ചൂരൽമലയെ ചുറ്റിപ്പറ്റി ഉപജീവനം കഴിച്ചിരുന്നവരാണ്, ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നവരും, ഹോം സ്റ്റേ. ഒരു കാര്യം രഞ്ജിത്ത്, നമ്മൾ ഇതിൽ ഇവരുടെ വിഷമം കേട്ട് അത് റിപ്പോർട്ട് ചെയ്ത് മടങ്ങുകയല്ല. രഞ്ജിത്തിന് അറിയാമല്ലോ, നമുക്ക് ആ ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട ആളുടെ പേര് മുഹമ്മദ് അലി എന്നല്ലേ പറഞ്ഞത്? അയാൾക്ക് നമുക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നുള്ളത് നമ്മളെയും പലരും ബന്ധപ്പെടുന്നുണ്ടല്ലോ. നമുക്ക് അങ്ങനെ ഒരു സഹായം നൽകുന്നതിനായി ഒന്ന് ശ്രമിക്കാവുന്നതാണ്. അതൊന്ന് മുഹമ്മദ് അലിയോട് പറയൂ രഞ്ജിത്ത്. തീർച്ചയായിട്ടും ഞാൻ ഇവരോട് സൂചിപ്പിച്ചു, നമ്മളെ പല ആളുകളും ഇതുപോലെ ബന്ധപ്പെടുന്നുണ്ട്. ആ ബന്ധപ്പെടുന്ന ആളുകളെ, ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് നമ്മളെ ബന്ധപ്പെടുന്ന ആളുകൾക്ക് അവരെ കണക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ധാരാളം ആളുകൾ ഇത്തരത്തിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ നിയാസിന് ജീപ്പ് നമ്മൾ തയ്യാറാക്കി കൊടുത്തിരുന്നു. അതിനുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സഹായം നിയാസിനെ തന്നെ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് നിയാസിന് ജീപ്പ് വീണ്ടെടുത്ത് കൊടുക്കാനുള്ള ശ്രമങ്ങൾ അവർ തന്നെ ആരംഭിച്ചു. മുഹമ്മദ് അലിയെ ഒന്ന് കണക്ട് ചെയ്യാമോ രഞ്ജിത്ത്? സ്വാഭാവികമായിട്ടും
രഞ്ജിത്ത്, മുഹമ്മദ് അലിയെ ഒന്ന് കണക്ട് ചെയ്യാമോ? മുഹമ്മദ് അലിയുടെ ഓട്ടോറിക്ഷ എത്ര കാലമായി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, അതൊക്കെ കൂടി ഒന്ന് ചോദിക്കാമോ? നമുക്കൊരു ഓട്ടോറിക്ഷ നൽകാമെന്ന് പറഞ്ഞ ഒരാൾ എത്തിയിട്ടുണ്ട് എന്നാണ് സൗമേഷ് ഇപ്പോൾ എന്നോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സൗമേഷിന് ആ ആളുമായി കണക്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഞാൻ 1.5 വർഷമായിട്ട് ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മുഹമ്മദ് അലിയുടെ പുതിയ വണ്ടി എടുത്തായിരുന്നു. പുതിയ വണ്ടിയാണ് എടുത്തിട്ട് നമ്മളൊന്ന് ശ്രമിക്കട്ടെ മുഹമ്മദ് അലി. ഞങ്ങളിപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന സൗമേഷിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. സൗമേഷ് മുഹമ്മദ് അലിയെ ബന്ധപ്പെടും. ആ ഓട്ടോറിക്ഷ നൽകാമെന്ന് പറഞ്ഞ ആൾ അത് ആരാണ് എന്നത് കൂടി നമുക്കൊന്ന് എടുക്കണം. ഒരുപാട് പേർ വിളിക്കുന്നുണ്ട്. നമുക്ക് ഓട്ടോറിക്ഷയൊക്കെ വാങ്ങിക്കാമെന്നേ, നമുക്കതൊക്കെ ഓടിക്കാം. സമാധാനമായിട്ടിരിക്കുക. ഓക്കെ മാഡം. ഷബീറിനോടും പറയൂ. ഷബീറിനും നമ്മളിപ്പോൾ കൂടി ഉണ്ട് ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട ഷബീറിനോട് ഞാൻ സംസാരിക്കാം നേരിട്ട്. ഷബീർ എത്ര കാലമായിട്ട് ഓട്ടോ ഓടിക്കുകയാണ്? ഞാൻ 1.5 കൊല്ലമായിട്ട് ഓട്ടോ ഓടിക്കുന്നുണ്ട്. സ്വന്തം ഓട്ടോയാണോ? 1.5 കൊല്ലമായിട്ട് ഒരു ഓട്ടോ ഓടിക്കുന്നുണ്ട്. അതെൻ്റെ സ്വന്തം വണ്ടിയായിരുന്നു. നമുക്ക് നോക്കാം ഷബീർ, നമുക്കത് ശരിയാക്കാം. ഒരുപാട് പേർ സഹായിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് അലി ആദ്യം സംസാരിച്ചതുകൊണ്ട് ഞാൻ മുഹമ്മദ് അലിയുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. ഷബീറിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ സഹായിക്കാൻ മനസ്സുള്ള മനുഷ്യർ അവരോട് കൂടിയാണ് ഈ അഭ്യർത്ഥന. നിങ്ങൾ മുന്നിൽ കണ്ടല്ലോ, ഇതിൽ ഒളിച്ചു വെക്കാനൊന്നുമില്ല. മുഹമ്മദ് അലിയും ഷബീറും കഴിഞ്ഞ 1.5 കൊല്ലമായി ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണ്. അവർക്ക് രണ്ടുപേർക്കും നഷ്ടമായത് അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. വീട്ടിലുണ്ടായിരുന്നവരൊക്കെ സുരക്ഷിതരാണോ ഷബീർ? അതെ മാഡം. എവിടെയായിരുന്നു ഷബീറിന്റെ വീട്? സുരക്ഷിതരാണ്. മുണ്ടക്കൈയല്ലേ വീട്? എൻ്റെ കുടുംബം സുരക്ഷിതരാണ്. എൻ്റെ വീട് മുണ്ടക്കൈ. അവിടെ നിന്ന് കുറച്ചുകൂടി സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് നമുക്ക് മാറിയും താമസിക്കാം ഷബീർ. അതെ. ഇപ്പൊ ഞങ്ങളെ ക്യാമ്പിലാണുള്ളത്. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകണം എന്നുള്ളൊരു പിടുത്തല്ല ഞങ്ങൾക്ക്. അവിടെ നിന്ന് നല്ലൊരു വാടക വീട്ടിലേക്ക് നമുക്ക് ആദ്യം മാറാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സുരക്ഷിതമായിട്ടുള്ള സ്വന്തം വീട്ടിലേക്ക് മാറാം. അത് 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ പാക്കേജ് വഴിയൊക്കെ നടപ്പാക്കും. അത് നടപ്പാകുന്നുണ്ടോ എന്ന് ഞങ്ങളും നോക്കും ഷബീർ. അതിൽ വിഷമിക്കേണ്ട, നമ്മൾ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ആയിക്കോട്ടെ. ഇനിയുള്ള നമ്മുടെ ജനങ്ങളെല്ലാം ഒരുമിച്ച് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയുള്ള ജനങ്ങളെ നമ്മൾ കാണണം, എന്നാലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. തീർച്ചയായും ഷബീർ, നമുക്ക് മുഹമ്മദ് അലിയോട് പറഞ്ഞോളൂ ഈ 2 വണ്ടിയുടെ കാര്യം. അതായത് ക്യാമ്പിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറുമ്പോൾ സർക്കാർ ആദ്യം ഈ ഓരോരുത്തർക്കും കുടുംബത്തിലുള്ള 2 പേർക്ക് വീതം 300 രൂപ വീതം തരും. പക്ഷെ അത് പോരല്ലോ, ഒരു കുടുംബത്തിന് മൊത്തം ജീവിക്കാൻ അത് പോരല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓട്ടോയൊക്കെ ഓടിച്ച് നമുക്ക് പഴയ രീതിയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആ പ്രതീക്ഷയോട് കൂടി തന്നെ ഇരിക്കും ഷബീർ. കുടുംബത്തിൽ എല്ലാവരോടും, വീട്ടിൽ ആരൊക്കെയുണ്ട് ഷബീർ? ശരി. വീട്ടിലെ ഉമ്മ, ഉപ്പ, 2 പെങ്ങന്മാർ, അനിയൻ, ഞാൻ, എൻ്റെ വൈഫ്, എൻ്റെ കുട്ടി. എല്ലാവരും ക്യാമ്പിലുണ്ടോ? ഇപ്പോൾ കൂടെ ഉണ്ടോ? ഒന്നിച്ചാണോ? ഉണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവരോടും അന്വേഷണം പറഞ്ഞേക്കും. നമ്മൾ കൂടെയുണ്ട്, റിപ്പോർട്ടർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. ശരി. രഞ്ജിത്ത്, നമുക്ക് മുഹമ്മദ് അലിയുടെയും ഷബീറിൻ്റെയും കാര്യത്തിൽ നമുക്കൊരു പ്രത്യേക ശ്രദ്ധ വേണം. അവർക്ക് 2 പേർക്ക് ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷയാണ് ആവശ്യം. അത് നൽകാൻ തയ്യാറായിട്ടുള്ള സുമനസ്സുകൾക്ക് ഒന്നുകിൽ രഞ്ജിത്തിനെയോ അല്ലെങ്കിൽ റിപ്പോർട്ടറിൻ്റെ വാർത്താ കേന്ദ്രത്തെയോ ബന്ധപ്പെടാം. ഇവരുമായി നമുക്കത് നേരിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് നന്മയുള്ള മനുഷ്യരുള്ളപ്പോൾ നമ്മൾ തോറ്റുപോവില്ല രഞ്ജിത്ത് എന്ന് അങ്ങനെ തന്നെ പറഞ്ഞോളൂ. ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി, ഇവരൊക്കെ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത് ചൂരൽമല ഭാഗത്താണ്. ചൂരൽമല പ്രദേശത്ത് ഓട്ടോ ഓടിച്ചിരുന്നത്? അതെ. ചൂരൽമല സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. നമുക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റാൻഡ് അവിടെ ഇല്ല. ചൂരൽമല ഭാഗത്ത് സ്വാഭാവികമായിട്ടും അവിടെ ആളുകൾ ഉണ്ടാവില്ല, അവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടാവില്ല, അവിടെ അങ്ങനെ ഒരു അങ്ങാടി ഉണ്ടാവില്ല. ഇവർ ഓട്ടോ ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സാങ്കേതികമായ കാര്യമാണെങ്കിൽ കൂടി അവർക്ക് ഈ മേപ്പാടി ഭാഗത്ത് ഓട്ടോ ഓടിക്കാനുള്ള ഒരു പെർമിഷൻ കൂടി RTOയുടെ ഭാഗത്ത് നിന്ന് കിട്ടണം. നമ്മൾ ഓട്ടോ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ പോലും അത് ഓടിക്കേണ്ടത് ഈ മേപ്പാടി ഭാഗത്തായിരിക്കും. ഇനി ചൂരൽമല ഭാഗത്ത് ഓട്ടോ ഓടിച്ച് ജീവിക്കാൻ പറ്റില്ല. അതിന് RTOയുടെയും പോലീസിൻ്റെ ഒക്കെ പെർമിഷൻ, ഈ സ്റ്റാൻഡേർഡുള്ള പെർമിഷൻ വേണമല്ലോ അല്ലേ? അതെ. അല്ലെങ്കിൽ ഇവർ സമ്മതിക്കില്ല, നമ്മളെ ഓടാൻ സമ്മതിക്കില്ലല്ലോ. സമ്മതിക്കാത്ത പ്രശ്നം സ്വാഭാവികമായിട്ടും ചൂരൽമലക്കാർക്ക് ഉണ്ടാവില്ല, മേപ്പാടിക്കാരൊക്കെ കൂടെ ഉണ്ടാവും. ഇതൊരു സാങ്കേതികത്വമാണ്. എങ്കിൽ കൂടി അതിൻ്റെ ഒരു പെർമിഷൻ കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് ആ ഒരു അറിയിപ്പ് RTOയ്ക്കും പോലീസിനും ഒക്കെ കൊടുക്കേണ്ടതാണെന്നും കൂടി സൂചിപ്പിക്കേണ്ടതാണ്. ശരി, നമുക്കത് രജിസ്ട്രേഷൻ്റെ സമയത്തൊക്കെ അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അതൊക്കെ അവർ ജീവൻ തിരിച്ചു പിടിച്ചല്ലോ രഞ്ജിത്ത്. അതിലും വലുതല്ലല്ലോ ഓട്ടോറിക്ഷയും ഒപ്പം ഓട്ടോറിക്ഷ ഓടിക്കുന്നതിനായിട്ടുള്ള പെർമിറ്റുമൊക്കെ. അതൊക്കെ അതിൻ്റെ വഴിക്ക് താനെ വന്നോളും. ഇപ്പോൾ ഗതാഗത മന്ത്രിയൊക്കെ മുണ്ടക്കൈയിലെത്തി അവിടെ പൊട്ടിക്കരയുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. അപ്പോൾ നമുക്കതൊക്കെ എല്ലാം ശരിയാകും എന്നത് തന്നെയാണ് അവരോട് നമ്മളും ഈ ഒരു ഘട്ടത്തിൽ അവർക്കൊപ്പം ഉറപ്പ് കൊടുത്ത് കൂടെ നിൽക്കേണ്ടത്.